അപ്പോൾ മീഡിയ ടീം ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ റിഫ്രഷ്മെൻറ്റിൻ്റെ മർമ്മപ്രധാനമായ കിച്ചണിലാണുള്ളത്. ഈ സംഭവം കൊണ്ടാണ് ഇത്രയും ദിവസം ഇവിടെ കാര്യങ്ങളെല്ലാം നടന്നു പോയത്. കാരണം റിഫ്രഷ്മെൻ്റ് ഇല്ലെങ്കിൽ എല്ലാം ഡള്ളായിരുന്നു. പക്ഷേ ഇതുവരെ റിഫ്രഷ്മെൻറ്റിന് ഒരു കുറവും വരുത്തിയിട്ടില്ല. ബാക്കി ടീം എല്ലാ മെമ്പേഴ്സും പറഞ്ഞതാണ് റിഫ്രഷ്മെൻറ്റ് എല്ലാം ഭംഗിയായിട്ട് പോയി. അപ്പോൾ നമ്മളൊരു വീട്ടിൽ ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് പോകുമ്പോൾ നല്ല ഭക്ഷണമാണെന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ ഉമ്മയും പെങ്ങന്മാരുമാണ് അത്രയും കഷ്ടപ്പെടുന്നത്. അതുപോലെ നമ്മുടെ വീട്ടിലെ ഏറ്റവും വേണ്ടപ്പെട്ട ഈ ഈവെൻറ്റിലെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാർ ആരാണോ അവരാണ് ഈ കാണുന്ന ടീം. അപ്പോൾ ഇവരെ ജസ്റ്റ് ഒന്ന് പേര് പരിചയപ്പെടാം. പേര് പറയൂ. മുഹമ്മദ് ഹുസൈൻ ആന്ത്രോത്ത് ആണ്. ഈ വർഷം എന്നെ കളിത്തരില്ല. അപ്പൊ നിങ്ങൾ രാവിലെ എത്ര മണിക്ക് ഇവിടെ എത്തണ്ടേ? രാവിലെ 6 മണി. 6 മണിക്ക് എത്തും. രാത്രി 4:30 ആകുമ്പോൾ എത്തും. അസർ വന്ന് പിന്നെ പോകേണ്ട തിരിച്ചു പോകേണ്ട രാത്രി 10 മണി. 10 മണി. അപ്പൊ രാവിലെ മുതൽ രാത്രി വരെ ഫുൾ ടൈം ഇവർ ഈ റിഫ്രഷ്മെന്റിന് വേണ്ടി ഇവിടെ ചായയും മറ്റ് പലഹാരങ്ങളും എല്ലാം റെഡിയാക്കി ഓരോ സ്ഥലത്ത് വോളണ്ടിയേഴ്സ് കൊണ്ട് എത്തിക്കുകയാണ്. അത് കൃത്യമായിട്ട് ഇടവേളകളില്ലാതെ റിഫ്രഷ്മെന്റ് ഒരു കുറവുമില്ലാതെ ഇവർ ഇത്രയും സമയം ഇത്രയും ദിവസം നമ്മളോട് സഹകരിക്കും. ഇനി ദിവസം 2-3 ബാക്കിയുണ്ട്. പേര് പറയൂ. സിറാജുദ്ദീൻ. അപ്പോൾ കിൽത്താൻകാരനാണ്. അപ്പോൾ ഇവരെല്ലാം കൂടിയാണ്. എങ്ങനെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത്? എങ്ങനെയുണ്ട് ഈ LSC സംഗതികളെല്ലാം? എല്ലാം സുഖകരമായിട്ട് ഇടന്നു പോകട്ടെ. ആരെങ്കിലും നമ്മളെ ഭക്ഷണത്തെ പറ്റി കുറ്റം പറഞ്ഞില്ല? ഒരു കുറവില്ല ഇല്ല, എല്ലാം കൃത്യമായിട്ട് വിട്ടു. ഇത് വേറൊരാൾ കൂടിയുണ്ട്. ആ ചായ റെഡിയാവുകയാണ്. അപ്പൊ ഒന്ന് പേര് പറയും. സൈഫുള്ള. അപ്പൊ കിൽത്താൻകാരനാണ് അല്ലേ? അപ്പൊ എങ്ങനെ ഈ LSC ഈ സംഗതികളെല്ലാം എങ്ങനെ അടിപൊളി എൻജോയ് ചെയ്യണ്ടല്ലേ? പക്ഷെ നമുക്ക് ഈ സമയത്ത് കൊണ്ടുപോയി പറയുന്ന എടുത്ത് വെച്ച് കൊണ്ട് കൊടുക്കുന്നു. ആരെങ്കിലും ഇതുവരെ കുറവില്ല? ഒന്നും കുറവ് പറഞ്ഞില്ല. അടിപൊളിയാണ് ടീച്ചർ. പക്ഷെ ഒരു പ്രശ്നമുള്ളതെന്നില്ല, കളി നന്നായിട്ട് കാണുമോ? കളിന്റെ ഇല്ല. അതാണ് ഒരു പ്രശ്നം. ഇവർ ഇത്രയും കഷ്ടപ്പെടുമ്പോ ഇവര് ഹോം ടീം കളിക്കുമ്പോൾ പോലും കളി കാണാനുള്ള ഒരു അവസരം പോലും ഇല്ലാതെയാണ് ഈ ഇത്രയും. അപ്പോൾ ഇവരെ ശരിക്കും ഏറ്റവും പരിഗണിക്കേണ്ട ടീമാണ് ഇത്. കാരണം ഏറ്റവും ഒരു ഫംഗ്ഷന്റെ ഏറ്റവും മർമ്മപ്രധാനമായ സംഗതി എന്ന് പറയുമ്പോൾ റിഫ്രഷ്മെന്റ് തന്നെയാണ്, ഭക്ഷണമാണ്. ഭക്ഷണം ഇല്ലാതെ എത്ര ശമയിച്ചാലും എത്ര പാട്ട് വെച്ചിട്ടും എത്ര ഡാൻസ് ചെയ്തിട്ടും ഒരു കാര്യമില്ല. അപ്പൊ എല്ലാവർക്കും നല്ല രീതിയിൽ ഇത്ര വരെ ഇവർ ഭക്ഷണം കൊടുത്തു. അപ്പൊ ഇവർക്ക് ബിഗ് സല്യൂട്ട് കൊടുക്കുക മീഡിയ ടീമിനോടൊപ്പം. താങ്ക് യു. തൊട്ടിപ്പുറത്ത് ബാഡ്മിന്റൺ കോർട്ടിൽ ഫൈനൽ നടക്കുകയാണ്. ആരവങ്ങൾ അവിടെ കേൾക്കാം. ഒരുപാട് പേര് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കളി എല്ലാം കാണാതെ ഇവിടെ കുറേ ടീം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇതാ ഒരാൾ പണിയെടുക്കുക, പ്ലേറ്റ് കഴിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് പരിചയപ്പെടാം. പേര്? അബ്ദുൽ മുത്തലിഫ്. അബ്ദുൽ മുത്തലിബ് കടമത്തിൽ നിന്നാണ്. ഫുൾ എനർജറ്റിക് ആയ ആൾക്കാരാണ് ഇവരെല്ലാം. അപ്പൊ എങ്ങനെ ഈ LSC കണ്ട? എങ്ങനെ ഇതിന് മുന്നേ LSC കണ്ടില്ല? എങ്ങനെയാണ് തോന്നുന്നത്? അടിപൊളി. മട്ടക്കേടില്ല. ആരെങ്കിലും നമ്മളെ ഭക്ഷണത്തെ കുറവ് പറഞ്ഞല്ലോ? എല്ലാം നല്ല മട്ടം. എല്ലാം രാവിലെ മുതൽ രാത്രി വരെ എല്ലാം കൃത്യസമയത്ത് വോളണ്ടിയേഴ്സ് വന്ന് എല്ലാം എടുത്തുകൊണ്ട് പോകും, നിങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. സന്തോഷം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ നിങ്ങളെല്ലാം മൊത്തം? തീർച്ചയായിട്ടും. അപ്പോൾ മുത്തായിക്കും എല്ലാവർക്കും ഒരുപാട് അഭിനന്ദനങ്ങളുണ്ട്. ഇത് വിജയിപ്പിച്ചതിന്റെ മെയിൻ കാരണം ഈ റിഫ്രഷ്മെന്റ് തന്നെയാണ് അല്ലേ? അതിലെ ഭക്ഷണം ഇല്ലെങ്കിൽ ഒന്നുമില്ല. ഓക്കെ. അപ്പോൾ വെരി ഗുഡ്. താങ്ക് യു. അടിപൊളി.